ഈ ധവള പദ്ധതിയിൽ പറയുന്നതനുസരിച്ച് യുകെയിലെ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് അവർ എത്രത്തോളം നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ച് അവർക്കൊരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം അടിസ്ഥാനത്തിൽ റേറ്റിംഗ് നൽകുകയാണ്. അപ്പോൾ ഈ റേറ്റിംഗ് അനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ തട്ടിപ്പും ഫേക്ക് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, റെഡ്, ഗ്രീൻ, യെല്ലോ അങ്ങനെ പല നിറങ്ങളുണ്ടല്ലോ. അതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് റാങ്ക് കൊടുക്കുകയാണ്, ഒരു ബാൻഡിങ് കൊടുക്കുകയാണ്. അത് പ്രകാരം നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഏത് ബാൻഡിൻ്റെ അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നതിനനുസരിച്ച് നമുക്ക് ആ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും. നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമുള്ള, നല്ല സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ നല്ലൊരു യൂണിവേഴ്സിറ്റി നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. റെഡ് സിഗ്നലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവർ വളരെ മോശമാണെന്നും അവരുടെ ലൈസൻസ് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കപ്പെടാം എന്നും അർത്ഥമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വിദ്യാർത്ഥികൾ ഈ റെഡ് സിഗ്നലുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കരുത്. ഇവിടെ ആംബർ അഥവാ മഞ്ഞ ലൈറ്റ് സിഗ്നൽ ലഭിച്ച യൂണിവേഴ്സിറ്റികൾ അവരുടെ ക്വാളിറ്റിയിൽ കുറച്ച് പിന്നിലോട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികളാണ്. അവർ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം വീണാകുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ ക്വാളിറ്റികളെല്ലാം നല്ല രീതിയിൽ പാലിക്കുന്ന ആൾക്കാരാണ്. ലൈസൻസ് എല്ലാം, നിയമങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിച്ച് മുന്നോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.